Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Movatupuzha. അപ്പോൾ നാളെ നിങ്ങൾക്ക് എക്സാം ആണെന്നറിയാം. നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഒക്ടോബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിത്ത് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പാർട്ട് എയിലേക്ക് വരാം. പാർട്ട് എയിൽ സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് ഇൻ ആൻ ഓൺട്രപ്രണർഷിപ്പ്. ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓർഗനൈസിങ് മീൻസ് ബ്രിങ്ങിങ് ടുഗദർ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് പെർഫോംഡ് ഇൻ ദ ഓൺട്രപ്രണർ. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് ആ ഒരു പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിക്കുന്നതിനെയാണ്. പ്രോപ്പർ ഓർഗനൈസിംഗ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദെയർ ബൈ അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നല്ലൊരു ഓർഗനൈസിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് വളരെ ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഇന്നൊവേഷൻ? Innovation means commercialization of an invention. Invention means a process of finding out new thing. ഒരു പുതിയ സംഭവം കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇൻവെൻഷൻ എന്ന് വിളിക്കുന്നത്. ആ ഇൻവെൻഷനെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ കച്ചവടത്തിലേക്ക് ആക്കുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്ട്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സെട്ര. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ മെത്തേഡ് കൊണ്ടുവരുന്നതോ ഒക്കെ ഇന്നോവേഷൻ്റെ എക്സാമ്പിളാണ്. ഡിഫൈൻ എ വുമൺ ഓൺട്രപ്രണർ. A woman entrepreneur is defined as an enterprise owned and controlled by a woman having minimum financial interest 51% of the capital and giving at least 51% of the employment generated in the enterprise to women. മൊത്തം ഷെയറിൻ്റെ 51% ഹോൾഡ് ചെയ്യുന്നത് വുമൺ ആണെങ്കിൽ, അവിടുത്തെ മൊത്തം ജോലിക്കാരുടെ 51% സ്ത്രീകളാണെങ്കിൽ അതിനെ നമുക്ക് വുമൺ ഓൺട്രപ്രണർ എന്ന് വിളിക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഹിസ് മോട്ടീവ് ഈസ് ടു സ്റ്റാർട്ട് വെഞ്ചർ ബൈ സെറ്റിംഗ് അപ്പ് ആൻ എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഓൺട്രപ്രണർ. പക്ഷേ മാനേജർ എന്ന് പറയുന്നത് റെൻഡർ സർവീസ് ഇൻ ആൻ എൻ്റർപ്രൈസ് ഓൾറെഡി സെറ്റപ്പ്, ഓൾറെഡി ഉള്ള ഒരു ഓർഗനൈസേഷനിൽ സർവീസ് കൊടുക്കുന്നേ ഉള്ളൂ. ദെൻ ഹീ ഈസ് ദ ഓണർ ഓഫ് ദി എൻ്റർപ്രൈസ് ആൻഡ് ദ റിവാർഡ് ഫോർ ദ ഓൺട്രപ്രണർ ഈസ് പ്രോഫിറ്റ്. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഓണറാണ്, അയാളുടെ റിവാർഡ് പ്രോഫിറ്റാണ്. പക്ഷേ മാനേജർ എന്ന് പറയുന്നത് എംപ്ലോയി ആണ്, സാലറിയാണ് റിവാർഡ്. ദെൻ ഓൺട്രപ്രണർ അസ്യൂം ഓൾ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. എല്ലാ റിസ്ക്കും അൺസർട്ടനിറ്റിയും ഓൺട്രപ്രണർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ മാനേജർക്ക് അങ്ങനെ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല, കാരണം അയാൾ എംപ്ലോയി മാത്രമാണ്. ഡിഫൈൻ ദ ടേം വുമൺ ഓൺട്രപ്രണർഷിപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ. എനി വുമൺ ഓർ ഗ്രൂപ്പ് ഓഫ് വുമൺ വിച്ച് ഇന്നോവേറ്റ്സ്, ഇനീഷ്യേറ്റ് ഓർ അഡോപ്റ്റ് ആൻ എക്കോണമിക് ആക്ടിവിറ്റി വിച്ച് മേ ബി കോൾഡ് വുമൺ ഓൺട്രപ്രണർഷിപ്പ്. ഒരു സ്ത്രീയാണ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് വിളിക്കാം. Then state the role of project identification in project management. Project identification is concerned with the purpose of location of possible opportunities for investment. This stage ends with the selection of a few projects ideas. And the project's idea can be originated from internal as well as external source. നമുക്ക് പലതരം സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവാം, ഇൻറ്റേർണൽ സോഴ്സുകളും എക്സ്റ്റേണൽ സോഴ്സുകളും. അതിൽ നിന്നും നമ്മളൊരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ബിസിനസ് ഐഡിയാസ്? Entrepreneurs are always in search of new ideas to start new business. It acts as a guiding document which show how to implement a project. Source of business ideas are market characteristics, product profile, social and economic trends. ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആശയം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ഐഡിയ എന്ന് വിളിക്കുന്നത്. Then what are the problems in project formulation? Project formulation is defined as a technique by which project idea is converted from an institutional base to a rational base for all-round benefits. Problems in project formulation is that entrepreneur make an objective and independent assessment of various aspects of investment proportions or project area. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ന്യൂ ഒരു കൺസെപ്റ്റാണ്. അത് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി, അതിൻ്റെ ഫിനാൻസിങ്, കോസ്റ്റ്, ഇതൊക്കെ നമുക്കൊരു പ്രോബ്ലമായിട്ട് തന്നെ വരാറുണ്ട്. ദെൻ സ്റ്റേറ്റ് ദ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണൽ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, ഡെപ്പോസിറ്റ്സും ഷെയറും ലോണും ഒക്കെയാണ് വരുന്നത്. എക്സ്റ്റേണലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും റിലേറ്റീവ്സിൻ്റെ തന്നെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് ക്രെഡിറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇങ്ങനെയുള്ളതൊക്കെയാണ്. Then what do you mean by startup? Startup is defined as an entity that is headquartered in India which has opened less than 7 years ago and has annual turnover less than 25 crore. റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സുകളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ആൻസർ അത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പുതിയ സംരംഭത്തെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ വിളിക്കാം, അത്രയേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. ദ മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്
Government of India has adopted Cluster Development Scheme. It is a key strategy for improving productivity and competitiveness and capacity building of micro and small entrepreneurs. ശരിക്കും മൈക്രോ സ്മോൾ ഓൺടർപ്രണേഴ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി അവരെ ഒരു ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. Then what are industrial estate? An industrial estate is a tract of land which is subdivided and developed according to the comprehensive plan for the use of community of industrial enterprises. ഒരു പ്രത്യേക ഇൻഡസ്ട്രിയുടെ ആവശ്യത്തിന് വേണ്ടി കുറേ ഏരിയകളെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവാം. അവിടെ നമ്മൾ ഇൻഡസ്ട്രീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മുടെ കാക്കനാട് പോകുന്ന റൂട്ടിൽ കിൻഫ്ര ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് വരാം. എക്സ്പ്ലെയിൻ ദ കോമ്പിറ്റൻസി റിക്വയർമെൻറ്റ്സ് ഫോർ ഓൺടർപ്രണേഴ്സ്. നമുക്ക് കുറേയൊക്കെ ഗ്യാസ് അടിക്കാവുന്ന പോയിൻറ്റ്സാണ്. ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, ഓർഗനൈസിങ് എബിലിറ്റി വേണം, ബിസിനസ് സീക്രട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, റിസ്ക് ബെയർ ചെയ്യണം, മെൻ്റൽ എബിലിറ്റി വേണം, ഹ്യൂമൻ റിയാക്ഷൻസ് നമ്മൾ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ തന്നെ. അടുത്തത് വൈ ഈസ് ദി ഗ്രോത്ത് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഈസ് സ്ലോ ഇൻ ഇന്ത്യ. പ്രോബ്ലംസ് ആണ് ശരിക്കും കേട്ടോ. ലാക്ക് ഓഫ് ആഡിക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് ക്യാപിറ്റലിൻ്റെ അവൈലബിലിറ്റി കുറവ്, ഹൈ റിസ്ക്, സ്കിൽഡ് ലേബർ ഇല്ലാത്തത്, ടെക്നിക്കൽ ആസ്പെക്റ്റ് അറിയാത്തത്, പിന്നെ നമുക്ക് അക്കാദമിക് കരിക്കുലത്തിൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് ഒരു ചെറിയ ഏരിയയൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ, അതൊരു പ്രശ്നമാണ്. പിന്നെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ മിഥുനം സിനിമയെ കാണുന്ന പോലെ തന്നെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രാഞ്ചൈസിങ്. ഈ ഫ്രാഞ്ചൈസിങ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റ ഷോറൂമുകളൊക്കെ ഓർത്താൽ മതി. ഒരുപോലെ തന്നെയുള്ള കുറേ ഷോപ്സ് തുടങ്ങും, അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു ഹെഡ് ഓഫീസായിരിക്കും. അപ്പോൾ അവർക്ക് ഫ്രാഞ്ചൈസി എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ. ഫ്രാഞ്ചൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്, പർച്ചേസിങ് പവർ കൂട്ടുന്നു, ആ ഒരു ഗിവൻ ഏരിയയിലൊരു എല്ലാ പവറും അവർക്കുണ്ട്, ട്രേഡ് മാർക്ക് അവരുടെ ലൈസൻസോട് കൂടി ഉപയോഗിക്കാനുള്ളൊരു കപ്പാസിറ്റി കിട്ടുന്നു. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്വന്തം ക്രിയേറ്റിവിറ്റി ഒന്നും വെക്കാൻ പറ്റത്തില്ല. എന്താണോ മെയിൻ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഓണർ പറയുന്നത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗുഡ് വിൽ എന്ന് പറയുന്നതും ഫ്രാഞ്ചൈസറുടെ ആയിരിക്കും, ഫ്രാഞ്ചൈസിയുടെ ഒന്നും ആവില്ലല്ലോ. ഫ്രാഞ്ചൈസി എൻജോയ്സ് ലാക്ക് ഓഫ് ഫ്രീഡം കുറവാണ്, റെസ്ട്രിക്ഷൻസും ഉണ്ട്, അതാണ്. ദെൻ സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME Act 2006 ടു പ്രൊമോട്ട് ഡെവലപ്പ് എൻഹാൻസ് മൈക്രോ സ്മോൾ മീഡിയം ഓൺടർപ്രൈസ്. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ഫണ്ട് ഫോർ പ്രൊമോഷൻ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി ഫണ്ട് കൊടുക്കുന്നു. മെക്കാനിസം ഫോർ മിറ്റിഗേറ്റിംഗ് ദ പ്രോബ്ലംസ് ഓഫ് ഡിലൈഡ് പേയ്മെൻറ്റ് ഡിലേ ആവാനുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നു. പ്രൊസീജിയർ ഓഫ് ക്ലോഷർ ഓഫ് ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ എളുപ്പമാക്കി കൊടുക്കുന്നു. പ്രോഗ്രസീവ് ക്രെഡിറ്റ് പോളിസീസും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്മോൾ റിക്വയർമെൻറ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ആവശ്യമുള്ളൂ. ഒരു ലേബർ ഇൻസെൻറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നു അവർ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എന്താണ് പ്രോജക്റ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ജനറേറ്റ് ചെയ്യുന്നു, റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു, ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവാം, പ്രോഫിറ്റബിലിറ്റി ഒരു ഫാക്ടറാണ്, ഒബ്ജക്റ്റീവ്സ് എഫക്റ്റ് ചെയ്യുന്നു, പിന്നെ കുറേ കോമ്പിനേഷൻസ് ഓഫ് ആക്ടിവിറ്റി ഉണ്ടാവാം. പേറ്റൻറ്റും കോപ്പിറൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ. പേറ്റൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ് ടു ആൻ ഇൻവെൻറ്റർ ആണ്. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റർ ഓഫ് ലിറ്ററസി ഡ്രമാറ്റിക് മ്യൂസിക്കൽ ആർട്ടിസ്റ്റിക്സ് ആണ്. ഈ എഴുതുന്നതിനൊക്കെയാണല്ലോ നമ്മൾ കോപ്പിറൈറ്റ്, അല്ലെങ്കിൽ മ്യൂസിക്കിനൊക്കെ. ദെൻ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് 50+ ഇയേഴ്സിലേക്കാണ് പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് 20 ഇയേഴ്സിലേക്കാണ്. പേറ്റൻ്റ് ഐഡിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കോപ്പിറൈറ്റ് എക്സ്പ്രഷൻ ഓഫ് ഐഡിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഹൗ ഫാർ പ്രൊജക്റ്റ് അപ്രൈസൽ കുഡ് ബി കൺസിഡേർഡ് ആസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. പ്രൊജക്റ്റ് ബെനിഫിറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. കാരണം നമ്മൾ ഇട്ടേക്കുന്ന ഫണ്ട്, ആ ഒരു ഫണ്ടിൽ നിന്ന് നമുക്ക് എത്ര ബെനിഫിറ്റ് കിട്ടി എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെയാണല്ലോ പ്രൊജക്റ്റ് അപ്രൈസൽ. നമുക്ക് കൃത്യമായ സക്സസ് ആണോ ഫെയിലർ ആണോ എന്ന് അറിയാൻ പറ്റുന്നു. ഒരു യാർഡ്സ്റ്റിക്കാണ് സക്സസിൻ്റെയും ഫെയിലറിൻ്റെയും. എക്സ്പെക്റ്റഡ് കോസ്റ്റും ബെനിഫിറ്റും ഒക്കെ അറിയാൻ പറ്റുന്നു. സോഷ്യൽ കോസ്റ്റ് കണ്ടോ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ദെൻ എക്സ്പ്ലെയിൻ ദ പോസ്റ്റ് ട്രെയിനിങ് ഫങ്ഷൻസ് ഓഫ് EDP. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അവിടുത്തെ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ബിസിനസ് തുടങ്ങിക്കുക എന്നുള്ളതാണ്. ശരിക്കും അച്ചീവ്മെൻറ്റ്സും ഒബ്ജക്റ്റീവ്സും ഒരു നല്ലൊരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ള ബോധമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. നെസസറി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. പോസ്റ്റ് പെർഫോമൻസ് ആൻഡ് സജസ്റ്റ് ഗൈഡ് ലൈൻസ്, ഫ്യൂച്ചർ പോളിസി എടുക്കുമ്പം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ NSICയുടെ ഫങ്ഷൻസ് ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ.
ഒക്കെ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മെഷീൻസും എക്യുപ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഡസ്ട്രീസിനെ അസിസ്റ്റ് ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു, ആൻസിലറി യൂണിറ്റ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനൊക്കെ തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഫെയർ മാർജിൻ ഉറപ്പുവരുത്തുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, സ്റ്റോർ പർച്ചേസ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ട്രേഡ്സ് ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ ആൻ ഓൺട്രപ്രണർ. ഇത് നമുക്ക് ഗ്യാസ് അടിക്കാവുന്നതാണ്. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? നോളജ്, സ്കില്ല്, മോട്ടീവ്, മെൻ്റൽ എബിലിറ്റി, അങ്ങനെ കുറേ ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സ്കിൽസ്, കൺസെപ്റ്റൽ സ്കിൽസ്, ടെക്നിക്കൽ, ഹ്യൂമൻ റിലേഷന്, കമ്മ്യൂണിക്കേഷന്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ കുറേ. Then what are the procedure to be followed for setting up of MSME? Selecting the activity, selection of the product, conducting market survey, selection of the form of ownership, location, technology, inputs എന്തൊക്കെ വേണം നോക്കണം, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം, ഫിനാൻസ് അറേഞ്ച് ചെയ്യണം, പിന്നെ രജിസ്ട്രേഷൻ നടത്തണം. Then explain briefly the step involved in project identification. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ തന്നെ പഠിക്കാറുണ്ട്. പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം, പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കണം, ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും മനസ്സിലാക്കണം, ടെക്നോളജി എന്തൊക്കെ വേണം, റിസോഴ്സ് എന്തൊക്കെയുണ്ട്, കിട്ടുമോ എന്ന് നോക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് കിട്ടുമോ, ലൈഫ് സൈക്കിൾ എത്രയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കണം. ദെൻ കണ്ടൻസ് ഓഫ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട്. ജനറൽ ഇൻഫർമേഷനായ ബയോഡേറ്റ ഓഫ് പ്രൊമോട്ടർ വേണം, ഇൻഡസ്ട്രിയൽ പ്രൊഫൈല്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വേണം, പിന്നെ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷനായ സൈറ്റ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, യൂട്ടിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ക്യാപിറ്റൽ, കോസ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ വേരിയബിൾസ്, അതർ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, സിംപ്ലിസിറ്റി, ഇതൊക്കെ കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കണ്ടപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് കോവിഡ് കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.